ഹലോ എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ലോയ്സ് ആണ് ഡബ്ലിൻ മല്ലു വേൾഡിൽ നിന്ന്. സോ കൃപാസനത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഡബ്ലിൻ മല്ലുവിൻ്റെ കൃപാസന റിലേറ്റഡ് വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ചോദ്യം ഇതായിരുന്നു, നമ്മൾ ഉടമ്പടി എടുക്കാതെ അല്ലെങ്കിൽ ഉടമ്പടി ഒന്നും എടുക്കാതെ നമുക്ക് കൃപാസനത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് പോയി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് അത്ര ധാരണയില്ലാത്ത ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു മരിയൻ ഷ്രൈൻ ആലപ്പുഴയിൽ കലവൂരുള്ള ഈ ഒരു പ്ലേസ് എല്ലാ മതസ്ഥർക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ് ആക്ച്വലി. സോ ഒത്തിരി അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവിടുത്തെ ധ്യാനങ്ങൾ കൂടുകയും അല്ലെങ്കിൽ കുർബാന കൂടുകയും ആരാധന കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ഉടമ്പടി തന്നെ വേണം എന്നൊന്നുമില്ല. ഉടമ്പടി ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേര് ഇടവകകളിൽ നിന്ന് വരുന്നുണ്ട്, ബസ്സൊക്കെ വിളിച്ച് വരാറുണ്ട്. അത് തന്നെ ഒരു ഒരു എന്താ പറയുക, ഒരു പിൽഗ്രിം ടൂർ പോലെ വരാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് കൃപാസനത്തിലേക്ക് ആളുകൾ എത്താറുണ്ട്. അതിനിപ്പോൾ ഒരു ഉടമ്പടിയുടെ ആവശ്യമില്ല. അപ്പോൾ വരുന്നവരെല്ലാം ഉടമ്പടി എടുക്കണം എന്നില്ല, അല്ലെങ്കിൽ പോകുന്നവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടല്ല പോകുന്നത്. അപ്പം ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ടൈമുണ്ട് ഉടമ്പടി എടുക്കണമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ കൃപാസനം എന്ന് പറയുന്ന പ്ലേസ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും പോയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാം, അവിടെ പോയി പ്രാർത്ഥിക്കാം, മാതാവിനെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങാം. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അവിടുത്തെ ആ ഒരു വൈബും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹവും മാതാവിൻ്റെ ഒരു പ്രസൻസും ഒക്കെ ഒത്തിരി ഭക്തി നൽകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒത്തിരി കൃപ നൽകുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ ഒരു പ്രത്യേക ടൈം കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാതെ തന്നെ പോയി നമുക്ക് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് പോകുന്നവർ ഒരുങ്ങി പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കണം എന്നുള്ള വലിയ തീരുമാനത്തോടു കൂടി നിബന്ധനകളൊക്കെ പാലിക്കാം എന്നുള്ള വലിയ തീരുമാനത്തോടു കൂടി പോവുക കേട്ടോ. ഒരു പ്രശ്നമല്ല. ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് കൃപാസനം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല പോയത്. കൃപാസനം എന്ന് കേട്ടറിഞ്ഞതിനെക്കുറിച്ച് അറിയാനും, അല്ലെങ്കിൽ കൃപാസനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആദ്യം പോയത്. മീൻസ് ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി പള്ളിയിലൊക്കെ വിസിറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഞാനും പോയത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് വീണ്ടും പോവുകയും ചെയ്തത്. അപ്പം പോയപ്പം വീണ്ടും ക്ലാസ്സുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കയറുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പലരും ഒരു 8ഉം 10ഉം പ്രാവശ്യമൊക്കെ എന്താ പറയുക, കൃപാസനം പോയി വിസിറ്റ് ചെയ്തവരുണ്ട്. മീൻസ് ഓരോ പ്രാവശ്യം അവർക്ക് ഇടവ ടൂർ പോകുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നിന്നുള്ള ആളുകൾ ചേർന്ന് കൃപാസനത്തിലേക്ക് തീർത്ഥയാത്രയൊക്കെ പോകുന്ന സമയത്ത് പല രീതിയിലും പോയിട്ടും 7ഉം 8 പ്രാവശ്യം പോയി വിസിറ്റ് ചെയ്തവർ പോലും ഉടമ്പടി എടുക്കാത്തവരുണ്ട്. മീൻസ് ഓരോരുത്തർക്കും ഒരു ടൈം ഉണ്ടല്ലോ ഉടമ്പടി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യമൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ ഉടമ്പടിയിലേക്ക് കയറുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടൈമൊന്നുമില്ല. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉടമ്പടി ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കൃപാസനം പോയി വിസിറ്റ് ചെയ്യാം. അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക്, ഹിന്ദുക്കളാണ് മോസ്റ്റ്ലി അവിടെ വരുന്നത്, ക്രിസ്ത്യാനികളെ കൂടാതെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോയി വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും സ്വാഗതമുള്ള ഒരു പ്ലേസാണ് കൃപാസനം. ഒത്തിരി ഹിന്ദു മതത്തിലുള്ള ആളുകളൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരിടം തന്നെയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ വലിയൊരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും മാതാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവുകയും ചെയ്യുന്ന വളരെ നല്ലൊരു പ്ലേസാണ് കൃപാസനം. ഉറപ്പായിട്ടും ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ കൃപാസനം പോയി പ്രാർത്ഥനയോട് കൂടി വിസിറ്റ് ചെയ്യുക. കൃപാസന ഉടമ്പടിയൊക്കെ എടുക്കണം എന്ന് നമ്മൾ മനസ്സിൽ ധ്യാനിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ഒരു സമയം ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ കൃപാസന ഉടമ്പടിയിലേക്ക് നമുക്ക് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ട്. അതോടൊപ്പം തന്നെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുകയാണ്, നമ്മുടെ കൃപാസനത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, കൃപാസനം ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുറേ മെമ്പേഴ്സ് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 8921958862 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്കൊരു ഹായ് വിടാം. ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുന്നതായിരിക്കും. ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ അതല്ലാതെ ഒത്തിരി പ്രാർത്ഥനകളും ആളുകളുടെ ഇൻറ്റൻഷൻസൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാധാന്യമുള്ളൊരു ഗ്രൂപ്പാണ്. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു.